വെള്ളായണിയിലെ കാളിയൂട്ടുത്സവത്തിൻ്റെ അവസാന 2 ദിനങ്ങളെപ്പറ്റിയാണ് കേട്ടോ ഇന്നത്തെ കഥ. ദാരികനെ തേടി ദിക്കുകളും കരകളും അലഞ്ഞ ദേവി 10 ദിവസത്തെ നല്ലിരിപ്പിന് ശേഷം ആകാശത്ത് ദാരികനെ കണ്ടെത്തുന്ന രാത്രിയാണിത്. കരയിലെ ഏറ്റവും പൊക്കമേറിയ തെങ്ങുകൾ കണ്ടെത്തി പറണൊരുക്കി ദേവിയെ അതിന്മേലേറ്റും. അതോടുകൂടി പറണേറ്റ് തുടങ്ങുകയായി. പിന്നെ ദാരികൻ്റെ രംഗപ്രവേശമാണ്. ചെണ്ടമേളത്തിനൊത്ത് ചുവടുവെച്ച് ദാരികനും തൻ്റെ ചെറിയ പറണിൽ ദേവിക്ക് അഭിമുഖമായി സ്ഥാനം പിടിക്കും. പിന്നെ ആകാശത്ത് 7 പോരുകളാണ് നടക്കുക. തോറ്റംപാട്ടിൻ്റെ അകമ്പടിയോടുകൂടി നല്ല സ്വയംഭൻ വാക്പോരും ഉണ്ടാകുമൊപ്പം. പുലർച്ചെ വരെ നീളുന്ന ഈ ആകാശയുദ്ധത്തിന് ശേഷം സൂര്യോദയത്തിന് തന്നെ നിലത്തിൽ പോരുറപ്പിച്ച് 2 പേരും താഴെ ഇറങ്ങും. അതിരാവിലെ തന്നെ ഈ പോര് കാണാനായി കളത്തിനു ചുറ്റും ആളുകൾ നിറയും. ദേവിയെ വാരി വിതറി എതിരേൽക്കാൻ പൂക്കൂനകൾ ഒരുങ്ങിയിട്ടുണ്ടാകും. പടയാളികളും ചെണ്ടക്കാരും അണിനിരക്കും. ദാരികൻ തൻ്റെ ചുവടുകളുമായി കളത്തിലെത്തും. ഇത് കണ്ട് രൗദ്രസ്വരൂപിണിയായ ദേവിയും കളത്തിലെത്തുന്നതോടെ നിലത്തിൽ പോര് തുടങ്ങുകയായി. പരസ്പരം പോരു വിളിച്ചും ആയുധമെറിഞ്ഞും ചെണ്ടവാദ്യത്തിനൊത്ത് ചുവടുകൾ വെച്ചും പോര് നടന്നുകൊണ്ടേയിരിക്കും. മണിക്കൂറുകൾ നീളുന്ന ചെറിയ ചെറിയ ഇടവേളകളെടുത്തു നടത്തുന്ന 7 പോരുകൾക്കൊടുവിൽ അവസാന പോരിൽ ദേവി ദാരിക നിഗ്രഹം നടത്തും. കത്തുന്ന മീനച്ചൂടിലും അവിടെ ജനം ആർത്തുവിളിച്ച് നിലത്തിൽ പോരാസ്വദിക്കും. പലതരത്തിലുള്ള തണുത്ത പാനീയങ്ങൾ കുടിച്ചും അന്നദാനത്തിൻ്റെ വരി പിടിച്ച് നല്ല സ്വയംഭൻ ആഹാരം കഴിച്ചുമൊക്കെയാണ് ഞാനും അനിയത്തിയും ഈ നിലത്തിൽ പോരിൻ്റെ ഇടവേളകൾ ആസ്വദിച്ചത്. നിലത്തിൽ പോരിനൊടുവിലെ കൊട്ടിക്കലാശവും കേട്ട് അവിടുന്ന് പിരിയുന്ന ഓരോ വെള്ളായണിക്കാരനിലും ഇനി നെടുവീർപ്പുയരും. നാടും നാട്ടാരും കൊണ്ടാടിയ 68 ദിവസത്തെ ഉത്സവമാമാങ്കത്തിന് ഇവിടെ തിരശീല വീഴുകയാണല്ലോ. ഇനി കാത്തിരിപ്പാണ് അടുത്ത കാളിയൂട്ടുത്സവ കാലത്തിനായി 3 വർഷം നീണ്ട കാത്തിരിപ്പ്.